ഡേ 4 ഇൻ സാൻ ഫ്രാൻസിസ്കോ. കുറെ അധികം കയറ്റങ്ങൾ കയറി അവസാനം നമ്മൾ ഇറങ്ങിയത് ക്രൂക്കറ്റ് സ്ട്രീറ്റ് എന്ന് പറയുന്ന ലൊംബാർഡ് സ്ട്രീറ്റിലൂടെ ആയിരുന്നു. വളഞ്ഞ് പുളഞ്ഞ് ഒരുപാട് ഷാർപ്പ് കർവ്സ് ചേർന്നാണ് ഈ സ്ട്രീറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. റോഡിലെ രണ്ട് വശങ്ങളിലും നല്ല ഭംഗിയുള്ള പൂച്ചെടികൾ. അതാണ് ഈ സ്ട്രീറ്റിന്റെ ഒരു പ്രത്യേകത. വേണമെങ്കിൽ നടന്നിറങ്ങാം, അല്ലെങ്കിൽ കാറ് ഡ്രൈവ് ചെയ്തു ഇറങ്ങാം. ഞങ്ങൾ ഈ ബ്യൂട്ടിഫുൾ സ്ട്രീറ്റിലൂടെ നടന്നിറങ്ങാനാണ് തീരുമാനിച്ചത്. ഞങ്ങൾ പോയ സമയത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ കാറ് ഡ്രൈവ് ചെയ്ത് വരുന്ന ആളുകളുടെ എണ്ണവും ഒരുപാടുണ്ടായിരുന്നു. ഇന്നത്തെ ഐറ്റിനറിയിലെ മെയിൻ സംഭവം അൽക്കട്രസ് ഐലൻഡ് വിസിറ്റ് ആയിരുന്നേ. അതിനുവേണ്ടി ഫെറി എടുത്ത് നമ്മൾ ആ ഐലൻഡിലേക്ക് പോവുകയാണ്. ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന മണ്ണ്. ഈ ഐലൻഡ് പണ്ട് കാലത്ത് ഒരു പ്രിസൺ ആയിരുന്നു. അവിടെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ക്രിമിനൽസിനെയൊക്കെ ആയിരുന്നു താമസിപ്പിച്ചിരുന്നത്. കാരണം രക്ഷപ്പെടാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷെ നോക്കൂ, ഇവിടെ സ്പൂൺ വെച്ചിട്ട് ഒരു തുരങ്കം ഉണ്ടാക്കി 3 പേര് രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷെ അവരെവിടെ പോയിന്ന് ഇന്നും അറിയില്ല. മിസ്റ്ററി മാത്രമാണ്. അവരുടെ ഡെഡ് ബോഡിയും കിട്ടിയിട്ടില്ല, അവരെ ജീവനോടെ കണ്ടിട്ടുമില്ല. മുങ്ങി മരിച്ചു എന്ന് വിലയിരുത്തിയെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നവരും ഉണ്ട്. അങ്ങനെ ഈ ഐലൻഡ് വിസിറ്റ് ഒക്കെ കഴിഞ്ഞ് നേരെ പോയത് മ്യൂസിയം ഓഫ് 3D ഇല്യൂഷൻസ് കാണാൻ വേണ്ടിയിട്ടാണ്. സത്യം പറഞ്ഞാൽ ഇത് അത്ര അടിപൊളി മ്യൂസിയം എക്സ്പീരിയൻസ് എന്നൊന്നും പറയാനില്ല. ഓരോ റൂമുകളിലും 3D എഫക്ട്സ് കിട്ടുന്ന രീതിയിൽ അവർ പെയിന്റിങ്സ് ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്നു. അതിൽ നിന്ന് നമ്മൾ ഫോട്ടോസ് എടുത്താൽ നമ്മൾ ആ പിക്ചറിന്റെ ഉള്ളിൽ ഒരു ഭാഗമായി തോന്നും. അത്ര തന്നെ. ആർട്ടിനോടൊക്കെ താല്പര്യമുള്ളവർക്ക് പോയി കാണാനും അല്ലാത്തവർക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാനും പറ്റുന്ന ഒരു ഐറ്റം ആണെന്നേ ഞാൻ പറയൂ. കുട്ടികൾ ഇത് എൻജോയ് ചെയ്യൂ കേട്ടോ. ഇവിടുത്തെ ബോഡിൻ ബേക്കറിയിലെ ഫേമസ് ആയ ക്ലാം ചൗഡ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നേ. നല്ല തിരക്കായതുകൊണ്ട് ഓർഡർ ചെയ്ത് കഴിക്കുകയായിരുന്നു. ഇതെന്താന്ന് വെച്ചാൽ ഒരു സൂപ്പ് പോലെയുള്ള ക്ലാം ചൗഡ സോർഡോ ബ്രെഡിന്റെ ഉള്ളിൽ സെർവ് ചെയ്ത് തരുന്നതാണ്. ഇവിടെ വരെ വന്നിട്ട് ഇവിടുത്തെ ഫേമസ് ഐറ്റം ട്രൈ ചെയ്യാതെ പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇതൊക്കെ കഴിച്ച് ഇന്നത്തെ ദിവസം നമ്മൾ അവസാനിപ്പിച്ചു.